വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. കഫർനാമിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈശോയുടെ വളർത്തുനാട്, വീട്ടിൽ വെച്ച് നടത്തിയ അത്ഭുതം വീട്ടിലുണ്ട് എന്ന വാർത്ത കേട്ടാണ് ജനം തടിച്ചുകൂടുന്നത്. വീട്ടിൽ വച്ചും വചനം പ്രസംഗിക്കുന്ന ഈശോ വാതിൽക്കൽ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. തളർവാദ രോഗിയോടൊപ്പം നമുക്കൊന്ന് യാത്ര ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വീട്, വീട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവക്കക്കാർ, ഇവരെക്കുറിച്ചൊന്നും തിരുവചനം ഒന്നും തന്നെ പറയുന്നില്ല. എങ്ങനെയാണ് തളർവാദ രോഗിയായത്? ജന്മന തളർവാദ രോഗിയായിരുന്നോ? അപകടമായിരുന്നോ? മറ്റെന്തെങ്കിലും അസുഖമായിരുന്നോ? രോഗം ബാധിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? എത്ര കാലം രോഗിയായി കിടന്നു? ശുശ്രൂഷിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? അവരുടെ സാന്നിധ്യം എങ്ങനെയായിരുന്നു? അവരെങ്ങനെയാണ് ഈ മനുഷ്യനെ ശുശ്രൂഷിച്ചിരുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും തിരുവചനം നിശബ്ദമാണ്. സ്ഥലത്തെ വൈദ്യന്മാരെയോ മറ്റ് വിദഗ്ധരെയോ അദ്ദേഹം സമീപിച്ചിരുന്നോ? മരുന്നോ ലേപന ഔഷധങ്ങളോ ഉപയോഗിച്ചിരുന്നോ? അതുപോലെ മറ്റെന്തെങ്കിലും ഈ അസുഖം ഭേദമാകാൻ വേണ്ടി അദ്ദേഹം നടത്തിയിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും തിരുവചനം മൗനം പാലിക്കുകയാണ്. ഇക്കാലഘട്ടത്തിലൊക്കെയും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്ന കുറച്ചുപേർ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം ആശ്വാസപ്രദമാണ്. എത്ര കാലം അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് കാണും? അനുദിന ആവശ്യങ്ങൾ നിർവഹിക്കാൻ സഹായിച്ചു കാണും. സ്ഥലത്ത് പ്രത്യേകിച്ച് അസുഖം മാറ്റുന്ന ആരുടെയെങ്കിലും അടുത്ത് കൊണ്ടുപോയിരുന്നോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തിരുവചനം ഒന്നും തന്നെ പറയുന്നില്ല. ആത്മാർത്ഥമായി ഇവർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അങ്ങേയറ്റം നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ഇവർ തളർവാദ രോഗിക്ക് നൽകിയിരുന്നത്. അവരുടെ നല്ല മനസ്സിനെ, ഔദാര്യത്തെ, നിസ്വാർത്ഥമായ സേവനത്തെ, ആത്മാർത്ഥമായ ബന്ധത്തെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല എന്നുള്ളതാണ് സത്യം. സുഹൃത്ത് ബന്ധത്തിൻ്റെ ശക്തമായ ഒരു പ്രകടനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അത്തരം സുഹൃത്ത് ബന്ധങ്ങളുടെ അപൂർവമായ ചില കൂടിക്കാഴ്ചകളാണ് ഇന്നത്തെ ഈ തിരുവചനം. ബന്ധങ്ങളുടെ വില നാം അറിയുന്നത് എപ്പോഴാണ്? വിലയേറിയ എത്ര ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചവർ, ആരുമില്ല എന്ന് തോന്നിയപ്പോൾ ഓടിയെത്തിയവർ, ഒന്ന് വിളിച്ചപ്പോൾ അരികിൽ അണഞ്ഞവർ, തളർന്നു പോയപ്പോൾ താങ്ങായവർ, തകർന്നു പോയപ്പോൾ തുണയായവർ. ബന്ധങ്ങളുടെ വിലയറിയാൻ ഇന്നും നിരവധി മാർഗങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത്. തളർവാദ രോഗിയും സുഹൃത്ത് ബന്ധങ്ങളുടെ നന്നായി ശുശ്രൂഷിച്ച ആളുകളുടെ വില അറിഞ്ഞ ഒരു മനുഷ്യനാണ്. ചെയ്തു തന്ന ഉപകാരങ്ങൾ, സഹായത്തിന് ഓടിയെത്തിയ മനുഷ്യർ, ഇവരെല്ലാവരും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന വ്യക്തികളാണ്. ആ സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കുമൊക്കെ വഴങ്ങിക്കൊടുക്കുന്ന തളർവാദ രോഗിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അവരുടെ എളിയ പരിശ്രമങ്ങൾക്കും നിസ്വാർത്ഥമായ സേവനങ്ങൾക്കും ഈ മനുഷ്യൻ അങ്ങേയറ്റം വിധേയപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. തളർവാദ രോഗിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം. എല്ലായിടത്തും പരസഹായം വേണം. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും അന്യരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ. ഏതൊരു മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവുക. എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അവരെ എന്തുമാത്രം താൻ ബുദ്ധിമുട്ടിക്കുന്നു, കഷ്ടത്തിലാക്കുന്നു. എത്ര കാലം ഇവരൊക്കെ തനിക്ക് വേണ്ടി കഷ്ടപ്പെടാനുണ്ടാകും? ഇവർ ചെയ്യുന്ന ഉപകാരത്തിന് എന്താണ് പകരം കൊടുക്കുക? എത്ര കാലം ഇവർ തന്നെ ശുശ്രൂഷിക്കാനുണ്ടാകും? ഈ കിടപ്പ് എത്ര കാലം? അങ്ങനെ ഒരുപാട് നീറുന്ന ചോദ്യങ്ങളുടെ നടുവിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ തളർന്നു പോകുന്ന നിമിഷങ്ങൾ നിരവധിയാണ്. തളർവാദ രോഗിയെപ്പോലെ ജീവിതയാത്രയിൽ തളർന്നും തകർന്നും പോയവരോടുള്ള എൻ്റെ സമീപനം എന്താണ്? ജീവിതം ഭാരമാണെന്ന് പറയുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള സഹോദരീ സഹോദരന്മാർ, ജീവിതം തീർന്നുപോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ, ഈ ജീവിതം ഇനി വേണ്ട എന്ന് പറയുന്നവർ, ഇവരുടെയൊക്കെ നീറുന്ന നൊമ്പരങ്ങളിലേക്ക് താഴ്ന്നിറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തുമാത്രം സാധിക്കുന്നുണ്ട്. താങ്ങായി, തണലായി, തുണയായി, തൂണായി നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുമുള്ള തളർവാദ രോഗികളുടെ ജീവിതങ്ങളിൽ എല്ലാം മറക്കാൻ പ്രിയ സുഹൃത്തുക്കളിലൂടെ
ഈ മനുഷ്യന് സാധിച്ചു എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒട്ടനേകം വൈദ്യന്മാരെ അദ്ദേഹം കണ്ടിട്ടുണ്ടാകണം. അനവധി ചികിത്സാ വിധികൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ടാകണം. സ്നേഹിക്കുന്നവരുടെയും സ്നേഹമുള്ളവരുടെയും വാക്കിൻ്റെ വില അതൊക്കെയാണ്. ചിലപ്പോൾ അവർക്ക് തളർവാദ രോഗി സുഖപ്പെട്ട് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. താങ്ങി എടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയായിരിക്കാം. ശുശ്രൂഷിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നിരന്തരം അപേക്ഷിക്കുന്ന വ്യക്തിയായിരുന്നിരിക്കാം ഈ മനുഷ്യൻ. ഇത്തരം യാചനകളെല്ലാം തന്നെ ഈ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. എത്ര കാലം അവർ ശുശ്രൂഷിക്കും എന്നറിഞ്ഞിട്ടില്ല. അവരോടൊക്കെ അദ്ദേഹം കാണിക്കുന്ന വിധേയത്വവും ആത്മാർത്ഥതയും നമ്മളുടെ മനസ്സിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. 4 പേർ കൂടി തളർവാദ രോഗിയെയും കൊണ്ട് ഈശോയുടെ വീട്ടിലേക്ക് യാത്രയാകുന്ന രംഗം ഒന്ന് ഊഹിക്കുക. വഴിയിലൂടെ 4 പേർ തളർവാദ രോഗിയെയും കൊണ്ട് പോകുന്നു. വഴിയിലുള്ള ആളുകൾ എന്തായിരിക്കും പറയുക? അവരെന്തായിരിക്കും സംസാരിക്കുക? എങ്ങനെയായിരിക്കും ഈ ചുമന്നുകൊണ്ടു പോകുന്ന വ്യക്തികളോടുള്ള പ്രതികരണം? അവർ കളിയാക്കുകയായിരുന്നു, കുറ്റം പറയുകയായിരുന്നു, വിമർശിക്കുകയായിരുന്നു, എന്തിനീ പാഴ്വേല എന്ന് പറയുകയായിരുന്നു? ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. നമുക്ക് അറിയാവുന്നത് ഈ 4 പേരുടെ സ്നേഹമാണ് തളർവാദ രോഗിയോടുള്ള. കഷ്ടപ്പെട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അതിലും വലിയ കഷ്ടപ്പാട്. നാം സാധാരണ പറയാറുണ്ടല്ലോ, ഒരു നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് നാം നേരിടുന്നത്. 1000 പ്രശ്നങ്ങളാണ് ഒരു നന്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നാം നേരിടേണ്ടി വരിക. പ്രശ്നങ്ങൾ അതുമല്ല, വീട് വരെ എത്തിക്കാനല്ല പ്രശ്നം, വീടിനകത്തേക്ക് കയറ്റാനാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ വീട് വരെ എത്തിക്കുന്നത്. നന്മകൾ ചെയ്യാനിറങ്ങുമ്പോൾ നേരിടുന്ന പ്രതിബന്ധങ്ങൾ, ഏൽക്കേണ്ടി വരുന്ന അപവാദങ്ങൾ, ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ, ഇതെല്ലാം ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാവുന്നതാണ്. 1 കൊറിന്തോസ് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം സകലതും സഹിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. വന്ന കാര്യം നടത്തിയെടുത്തിട്ട് തന്നെ കാര്യം. അതാണ് ഈ 4 സഹോദരന്മാരുടെ ഏറ്റവും വലിയ നിർബന്ധവും. സ്നേഹമുള്ളിടത്ത് ആരും ഭാരമല്ല, ഒന്നും ഭാരമല്ല, ഒന്നും തടസ്സമല്ല. അല്ലെങ്കിൽ എല്ലാവരും ഭാരമാണ്, എല്ലാവരും തടസ്സമാണ്, എല്ലാം പ്രതിബന്ധങ്ങളാണ്. ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന 4 നല്ല മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ആത്മാർത്ഥമായ ആത്മബന്ധം സൂക്ഷിക്കുന്ന വ്യക്തികൾ, ഒരാളെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന 4 പേർ. അപ്പോൾ 4 നല്ല മനസ്സുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായ അത്ഭുതമാണ് തളർവാദ രോഗിയുടേതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നന്മകൾ കൈകോർക്കുമ്പോൾ, നല്ല മനുഷ്യർ ഒത്തുകൂടുമ്പോൾ നന്മകൾ പൂത്തുലയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വാതിലിലൂടെ എന്ന പദ്ധതി വാതിൽക്കൽ വരെ എത്തിച്ചിട്ട് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഒന്ന് ഊഹിച്ചു നോക്കുക. ഇത്രയും ദൂരം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, അതിലേറെ വാതിലിലൂടെ അകത്ത് കടത്താനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ വരുമ്പോഴാണ് വാതിൽ പൊളിക്കുക എന്ന പുതിയ പദ്ധതിയിലേക്ക് അവർ മാറുന്നത്. അപ്പോൾ എന്തുമാത്രം ഈ വിധത്തിൽ പദ്ധതികൾ മാറി മാറി ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു ഉപകാരം ചെയ്യാൻ മറ്റ് പല വഴികളും ആരായേണ്ടി വരുമ്പോൾ, മനസ്സ് മടുക്കാതെ യാത്ര ചെയ്ത ഇവരുടെ നല്ല മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഈ 4 സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അവരെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ 4 സംഘം 4 പുണ്യങ്ങളാണ്. നീതി, വിവേകം, ആത്മസംയമനം, മനോധൈര്യം. ഈ 4 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വീട് വരെ എത്താനായിട്ട് സാധിക്കും. വീടിനകത്ത് കടക്കണമെങ്കിൽ, മേൽക്കൂര പൊളിക്കണമെങ്കിൽ ഈ പുണ്യങ്ങൾ പോരാ എന്നുള്ളതാണ്. പകരം വിശ്വാസം കൂടി കൂടിയേ കഴിയൂ. ദൈവിക പുണ്യമായ വിശ്വാസമാണ് മേൽക്കൂര പൊളിക്കാൻ ഇവരെ സഹായിക്കുന്നത്. 4 അംഗ സംഘത്തിൻ്റെ അല്ല, 5 അംഗ സംഘത്തിൻ്റെ വിശ്വാസം കണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. വിശ്വസിക്കുന്നവന് കർത്താവിൻ്റെ മുമ്പിലെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വിശ്വസിക്കുന്നവർക്കൊക്കെ കർത്താവിൻ്റെ മുമ്പിലെത്താൻ ഒന്നും പ്രതിബന്ധമല്ല. രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിനെ സമീപിക്കുന്നുണ്ട്, സക്കേവൂസ് കർത്താവിനെ സമീപിക്കുന്നുണ്ട്, അന്ധനായ മനുഷ്യൻ ഈശോയെ സമീപിക്കുന്നുണ്ട്. ഇവർക്കൊന്നും പ്രതിബന്ധമായിരുന്നില്ല വിശ്വാസത്തോടെ കടന്നു വന്നപ്പോൾ. കട്ടിലിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ മനുഷ്യർ തളർവാദ രോഗിയെ ഇറക്കുകയാണ്. ഇറക്കിയത് കർത്താവിൻ്റെ മുമ്പിലേക്കാണെങ്കിലും
ഇറങ്ങിയത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും കർത്താവിൻ്റെ ഹൃദയത്തിലേക്കാണ്. 4 അംഗ സംഘത്തിൻ്റെ അല്ലെങ്കിൽ 5 അംഗ സംഘത്തിൻ്റെ വലിയ വിശ്വാസം കണ്ട് കർത്താവ് ഈ സഹോദരനെ സൗഖ്യം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് ഇവർ തളർവാദ രോഗിയെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുക. അത്രമാത്രം ആഴമായ വിശ്വാസമാണ് ഈ 4 സംഘത്തിന് ഉണ്ടായിരുന്നത്. ഒപ്പം തളർവാദ രോഗിക്കും അവരുടെ വിശ്വാസം കണ്ട് എന്നാണ് തിരുവചനം പറയുക. അവർക്ക് അത്രമാത്രം ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് അവർ തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കുന്നത്. അങ്ങനെ ഇറക്കിയ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് കർത്താവ് താണിറങ്ങുന്നത്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള തളർവാദ രോഗികളോടുള്ള നമ്മളുടെ സമീപനം എന്താണ്? ഏതു വിധത്തിലുള്ള തളർവാദ രോഗികളാണ് നമുക്ക് ചുറ്റും ഉള്ളത്? ഏതു വിധത്തിൽ തളർവാദം അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തന്നെയും നമ്മളുടെ സമീപനം എന്തായിരിക്കണം? അപ്പോൾ തളർവാദക്കാരായ ആളുകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. മാനസികമായി തളർന്നു പോയവർ, ശാരീരികമായി തളർന്നു പോയവർ, ആത്മീയമായി തളർന്നു പോയവർ, ഇവർക്കൊക്കെ സുഹൃത്താവുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായവർക്ക് മാത്രമേ മറ്റുള്ളവരെയും ഈശോയുടെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സുഹൃത്ത് ബന്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധമായ ബന്ധം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം മറ്റെല്ലാ ബന്ധങ്ങളും നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ബന്ധമാണ്. എന്നാൽ സ്നേഹബന്ധത്തിന് അങ്ങനെ ഒരു നിയമത്തിൻ്റെ പ്രാബല്യം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ബലം ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാ നിയമത്തിൻ്റെയും പരിധികൾക്ക് അപ്പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ പരിധികൾ ഇല്ലാതെ, മതിലുകളും മറയുമില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് സുഹൃത്ത് ബന്ധത്തിന് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ സുഹൃത്തുക്കൾ കാണിക്കുന്ന നല്ല മനസ്സ് എന്തുമാത്രം വലുതാണ്. ഒരു പ്രതിഫലവും അവർ ആഗ്രഹിക്കുന്നില്ല. എത്ര കാലം അവർ ശുശ്രൂഷിച്ചു എന്നറിയില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഈ മനുഷ്യനെ ഇറക്കി വെച്ചിട്ട് അവർ അപ്രത്യക്ഷരാവുകയാണ് ചെയ്യുന്നത്. കർത്താവിൽ നിന്നോ ഈ മനുഷ്യനിൽ നിന്നോ എന്തെങ്കിലും പ്രതിഫലം ഈ 4 മനുഷ്യരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പേരറിയാത്ത സുഹൃത്തുക്കളാണ് ഈ 4 പേർ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. എന്തുമാത്രം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, എന്തുമാത്രം ഈ സ്നേഹിതനോടുള്ള ഇഷ്ടത്തെ പ്രതി അങ്ങേയറ്റം ത്യാഗങ്ങൾ സഹിച്ച മനുഷ്യർ. ഇപ്പോൾ ഇന്ന് ഇത്തരം വ്യക്തികളെയാണ് ഈശോ തേടുന്നത്. നമുക്ക് ചുറ്റുമുള്ള തളർവാദ രോഗികളുടെ സുഹൃത്തുക്കൾ ആകാൻ കഴിയുക, ആ തളർവാദ രോഗികളെ ഈശോയുടെ അടുത്തെത്തിക്കാൻ കഴിയുക. നമുക്ക് ചുറ്റുമുള്ള ഇത്തരത്തിൽ തളർവാദം ബാധിച്ച ആളുകളോടുള്ള നമ്മളുടെ സമീപനം എന്താണ്? ഒരു തളർവാദ രോഗിയെയെങ്കിലും ഈശോയുടെ സുഹൃത്താക്കാൻ നമുക്ക് സാധിക്കുമോ? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, ഒരാളെയെങ്കിലും ഈശോയിലേക്ക് തിരികെ കൊണ്ടുവരുന്നവൻ താൻ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെയെങ്കിലും ഈശോയുടെ സുഹൃത്താക്കാൻ കഴിയുക, ഒരു തളർവാദ രോഗിയെങ്കിലും ഈശോയുടെ അടുത്തെത്തിച്ച് സൗഖ്യം നൽകുക, അതാണ് ഈ ജീവിതത്തിലെ ഈശോയുടെ സുഹൃത്തുക്കളായ, ഈശോയിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൗത്യം. തളർവാദ രോഗികളുടെ വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുമാത്രം ശാരീരികമായും മാനസികമായും ആത്മീയമായും തളർന്നു പോയവർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെ ഈശോയുടെ അടുത്തെത്തിക്കാൻ കഴിയുക. അതിന് കഴിയണമെങ്കിൽ ഞാൻ ഈശോയുടെ എന്തുമാത്രം അടുത്ത സുഹൃത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ തിരുവചനം കേൾക്കുമ്പോൾ, കഫർനാമിലെ ഈ തളർവാദ രോഗിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതിരുന്നിട്ടും 4 പേർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി മാറി എന്നുള്ളതാണ്. ആ സൗഹൃദം ഈശോയുടെ സുഹൃത്ത് ബന്ധമായി മാറി. തളർവാദ രോഗിയും ഈശോയുടെ സുഹൃത്തായി മാറുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സുഹൃത്തുക്കളാവുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ സുഹൃത്തുക്കളാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ 4 സംഘത്തോടൊപ്പം നമുക്കും ചേരാം. ഒരുപാട് പേരെ കട്ടിലോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് നാം ഇറക്കി വയ്ക്കേണ്ട സമയമാണ്. മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും കട്ടിലോടുകൂടെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. കർത്താവ് പറയുന്ന ആ വാക്കുകൾ അവർക്കും കേൾക്കാനിട വരട്ടെ. അവരുടെ വിശ്വാസം കണ്ട് അവിടുന്ന് അദ്ദേഹത്തോട് പറയുന്നു, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കയും എടുത്ത് നടക്കുക എന്ന്. അത്രയും ചങ്കുറ്റവും ധൈര്യവും ഈശോയുടെ സാന്നിധ്യത്തിൽ
അവർക്കും ലഭിക്കുമാറാകട്ടെ. കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.